ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറാബച്ചിയുടെ ചാപ്റ്റേഴ്സ് 67 മുതൽ 70 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാഗുറാബച്ചി എക്സ്പ്ലനേഷൻ എത്രയും പെട്ടെന്ന് ഓൺ ഗോയിങ് മാങ്ക ചാപ്റ്റേഴ്സിൻ്റെ ഒപ്പം എത്തിക്കാൻ എനിക്ക് നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയങ്ങൾ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് പോകാം. ഇപ്പോൾ ചിഹിരോ ജീവനോടെ ഉണ്ടെന്നും അവനാണ് സാമുറയുടെ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ടോട്ടോ പറഞ്ഞിട്ട് അറിയുന്ന ഹിരുഹിക്കോയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട്. കാര്യം അവന് വീണ്ടും ചിഹിരോയോട് ഫൈറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഇപ്പോൾ ഫുൾ ചാർജായ ഹിരുഹിക്കോ ഇവിടെ ഇവരെ ചോദ്യം ചെയ്യുന്ന പരിപാടിയും ഫൈറ്റും ഒക്കെ ഞാൻ നോക്കിക്കോളാം, ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം, നീ റെസ്റ്റ് എടുത്തോ എന്ന് ടോട്ടോയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ലോബിയിലിരിക്കുന്ന യാക്കൂസ മെമ്പേഴ്സ് ഒക്കെ അവരുടെ കറ്റാന എടുത്ത് ഇങ്ങനെ ഫൈറ്റിന് റെഡി ആവുന്നുണ്ട്. ഉടനെ ഇപ്പോൾ സെങ്കോക്കു ഉറക്കെ പറയുന്നു, ഹേയ് നിങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്ന് മറക്കരുത്, ഈ ഹോട്ടലിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ഹോട്ടലിലെ സ്റ്റാഫുകളെല്ലാം ഷോർട്ട് ഫൈറ്റിങ്ങിൽ നല്ല കഴിവുള്ള ആൾക്കാരാണ്. പക്ഷേ ഏറ്റവും പേടിക്കേണ്ടത് ഈ സെങ്കോക്കു എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ്. അയാൾക്ക് 50-ൽ കൂടുതൽ ശിഷ്യന്മാരുണ്ട് എന്നൊക്കെ ഇപ്പോൾ ടോട്ടോ ചിന്തിക്കുന്നു. ഇപ്പോൾ വാളെടുത്തോണ്ട് ഹിരുഹിക്കോയെ നേരിടാൻ തയ്യാറാകുന്ന സെങ്കോക്കു പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലെ ആ ഹിഷാക്കു സിമ്പൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾ നല്ല സ്കില്ലുള്ള ആൾക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നിട്ടും എന്നെ ഒറ്റയ്ക്ക് നേരിടാനാണോ നിങ്ങളുടെ തീരുമാനം എന്നിപ്പോൾ ഹിരുഹിക്കോ ചോദിക്കുന്നു. സെങ്കോക്കു ഇപ്പോൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന റൈഗൻ വൺ സോഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ടെക്നിക്കിന് ഒരു വലിയ ചരിത്രമുണ്ട്. ആൻഡ് ഈ തലമുറയിലെ അതിന്റെ മാസ്റ്റർ ഞാനാണ്. സെങ്കോക്കു എന്നിട്ട് ഇപ്പോൾ ചാടി ചെന്ന് ഹിരുഹിക്കോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹിരുഹിക്കോ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ ഹെവി ആയിട്ടുള്ളതാണെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. ടോട്ടോയ്ക്ക് ഇപ്പോൾ ഹിരുഹിക്കോയുടെ കാര്യം ആലോചിച്ചിട്ട് ശരിക്കും പേടിയുണ്ട്. കാര്യം ഹിരുഹിക്കോ ഒരു ടോപ്പ് മന്ത്രവാദിയൊക്കെയാണ്, പക്ഷേ ഷോർട്ട് ഫൈറ്റിങ്ങിൽ അവന്റെ സ്കിൽസ് അത്രയ്ക്ക് ഇമ്പ്രൂവ്ഡ് അല്ല. മാത്രവുമല്ല ഇപ്പോൾ കുമയൂരിയുടെ കോൺട്രാക്ട് ഹിരുഹിക്കോയ്ക്ക് ആയതുകൊണ്ട് തന്നെ അവന്റെ മന്ത്രശക്തിയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ സെങ്കോക്കുവിന്റെ അറ്റാക്സ് ഒക്കെ ഹിരുഹിക്കോ വളരെ പ്രയാസപ്പെട്ടാണ് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അവൻ ഇനി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ടെന്ന് ഹിരുഹിക്കോ ചിന്തിക്കുന്നുണ്ട്. കുഗുരി ഹിരുഹിക്കോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഷോർട്ട് ഫൈറ്റിങ്ങിന്റെ ബേസിക്സ് മുതലേ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മളൊരു ഫോം ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണം. ഇപ്പോൾ ചിഹിരോയുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഷോർട്ട് ഫൈറ്റിംഗ് സ്കിൽസ് കൂട്ടിയേ തീരുമെന്ന് ഹിരുഹിക്കോ ചിന്തിക്കുന്നുണ്ട്. അല്ലാതെ എൻചാന്റഡ് ബ്ലേഡ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. 150 വർഷത്തെ ചരിത്രമുള്ള റൈഗൻ വൺ സോഡ് സ്റ്റൈൽ കൊണ്ട് മരിക്കാൻ നീ റെഡി ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹിരുഹിക്കോയ്ക്ക് നേരെ സെങ്കോക്കു വാളുമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ആ വാള് നേരെ വരുമ്പോഴത്തേക്ക് തല വെട്ടിച്ചു മാറ്റിയിട്ട് ഹിരുഹിക്കോ അവന്റെ ആ കയ്യിലിരിക്കുന്ന വാള് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിമിഷ നേരം കൊണ്ടത് മറ്റേ കയ്യിൽ പിടിച്ചിട്ട് സെങ്കോക്കുവിനെ സ്ലാഷ് ചെയ്യുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സെങ്കോക്കു ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്, ഹിരുഹിക്കോയും ഒഴിഞ്ഞു മാറി ഇപ്പുറത്തേക്ക് വീഴുന്നുണ്ട്. ഇപ്പോൾ ഹിരുഹിക്കോ ഇങ്ങനെ ജസ്റ്റ് മിസ് എന്ന് പറയുന്ന പോലെ ഒഴിഞ്ഞു മാറിയത് കണ്ടിട്ട് പേടിച്ച ടോട്ടോ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ഹെൽപ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞതുള്ളത് തന്നെയല്ലേ? അതെ, ഇനിയിപ്പോൾ ഈ ഹോട്ടലിലെ സ്റ്റാഫുകളെല്ലാം കൂടെ ഒരുമിച്ച് എൻ്റെ നേർക്ക് വന്നാലും ഞാനത് മാനേജ് ചെയ്യുമെന്ന് ഹിരുഹിക്കോ പറയുന്നു. ഇങ്ങനെ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടിട്ട് ഇവൻ്റെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ അമ്പരക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഹിരുഹിക്കോയുടെ ആ സ്ലാഷ് ഏറ്റിട്ട് സെങ്കോക്കുവിൻ്റെ ഒരു കൈ അങ്ങ് അറ്റുപോയി. ഇപ്പോൾ ഇത് കണ്ടിട്ട് അവിടുത്തെ ആ സ്റ്റാഫും ടോട്ടോയും എന്തിന് സെങ്കോക്കു വരെ അമ്പരക്കുന്നുണ്ട്. കാര്യം ഹിരുഹിക്കോ ഒരു പ്രത്യേക ടെക്നിക്കൊന്നുമല്ല ഉപയോഗിച്ചതെങ്കിലും അവന്റെ അറ്റാക്ക് വളരെ മിന്നൽ വേഗത്തിലായിരുന്നു. അതൊന്ന് ട്രാക്ക് ചെയ്യാൻ പോലും സെങ്കോക്കുവിന് കഴിഞ്ഞില്ല. നീ ആരുടെ ശിഷ്യനാണെന്ന് ഇപ്പോൾ സെങ്കോക്കു ഹിരുഹിക്കോയോട് ചോദിക്കുന്നുണ്ട്. ഹിരുഹിക്കോയ്ക്ക് ഇപ്പോൾ ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്താ, ഞാൻ തന്നെ ഈ ടെക്നിക്കൊന്നും പഠിച്ചാൽ ഒക്കുകയല്ലേ, ഞാൻ സ്വതന്ത്രനായ ഒരു വിദ്യാർത്ഥിയാണെന്ന് അവനിപ്പോൾ പറയുന്നു. ഇത് ലാസ്റ്റാ, ഇനി ഒരിക്കൽ കൂടി നിനക്ക് ഇങ്ങനെ ഒരു ഷോ കാണിക്കാൻ പറ്റില്ല എന്ന് സെങ്കോക്കു പറയുന്നുണ്ട്. മുറിയിൽ ഇപ്പോൾ ഇയോറി ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. അവളുടെ അടുത്ത് ചിഹിരോ ഇരിപ്പുണ്ട്. അവളിപ്പോൾ ചിഹിരോയോട് ചോദിക്കുന്നു സമയം എന്തായിന്ന്. നേരം പുലരാറായിട്ടുണ്ടെന്ന് ചിഹിരോ ഇപ്പോൾ പറയുന്നു. പക്ഷേ ആ അവളിന്റെ എഫക്റ്റ് കാരണം ഇപ്പോഴും ഇരുട്ടാണല്ലോ എന്ന് അവൾ പറയുന്നു. മാസുമി എവിടെയെന്ന് അവൾ ചോദിക്കുമ്പോൾ ചിഹിരോ പറയുന്നുണ്ട്, മുകളിൽ അവർ ആ സീൽ ഉണ്ടാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന്. രാത്രി മുഴുവനപ്പോൾ ഉറക്കം ഉളച്ച് നീ ഇവിടെ കാവലിരിക്കുകയായിരുന്നു എന്ന് ചിഹിരോയോട് ഇയോറി ചോദിക്കുന്നു. ചിഹിരോ പറയുന്നുണ്ട് അവനും മാസുമി ടീമും കൂടെ ഷിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കാവലിരിക്കുകയായിരുന്നു എന്ന്. അല്ലാത്ത സമയം അവരെനിക്ക് യുദ്ധത്തിലെ കുറച്ച് ടെക്നിക്സ് പറഞ്ഞു തന്നു, പിന്നെ ഞാൻ കുറച്ചു നേരം ഈ വാള് പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ ചിഹിരോ പറയുന്നു. അപ്പോൾ ഉറങ്ങിയില്ല എന്നിപ്പോൾ ഇയോറി പറയുന്നുണ്ട്. നീ ഈ ലൈഫുമായിട്ട് നല്ലപോലെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അല്ലേ, നമ്മൾ രണ്ടും ഏകദേശം ഒരേ പ്രായമല്ലേ, നീ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് അവളിപ്പോൾ ചിഹിരോയോട് ചോദിക്കുന്നു. ഇല്ലാന്നിപ്പോൾ ചിഹിരോ പറയുന്നുണ്ട്. സോ ഈ കാലം ഇത്രയും ഇങ്ങനെ ചോരപ്പുഴയിലുള്ള ഒരു ജീവിതമായിരുന്നു അല്ലേ. ഞങ്ങളെപ്പോലെയൊക്കെയുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഫൈറ്റ് എന്ന് പറയുന്നത് ലഞ്ച് ടൈമിൽ ഫുഡിന് വേണ്ടി അടി കൂടുന്നതും പരീക്ഷയ്ക്ക് മറ്റേ ആളെക്കാളും മാർക്ക് കൂടുതൽ കിട്ടാനായിട്ട് മത്സരിക്കുന്നതും പിന്നെ ഈ ബ്രേക്ക് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗെയിംസ് ഒക്കെ കളിക്കുന്നതും ഒക്കെയാണെന്ന് ഇയോറി പറയുന്നു. കേട്ടിട്ട് നല്ല സമാധാനമുള്ള ജീവിതമെന്ന് ചിഹിരോ പറയുന്നു.
ഇയോറി ഇപ്പോൾ പറയുന്നുണ്ട് അവളെ കാണാതെ അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും, ഞാനും അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന്. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പഴയ ലൈഫിനെ പറ്റി കുറച്ച് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്ന് ഇയോറി പറയുന്നു. അതായത് ആ വീടിന് മുന്നിൽ വേസ്റ്റ് ഇട്ടിരിക്കുന്നതും ചീത്ത വാക്കുകൾ എഴുതി വെച്ചിരിക്കുന്നതും ഒക്കെ. ഞാനിപ്പോൾ എൻ്റെ ആ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയാൽ എനിക്കിനി ഒരിക്കലും സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ല അല്ലേ എന്നിപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിനക്ക് രണ്ടിലേതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ചിഹിരോയും പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഇയോറിയോട് ചിഹിരോ പറയുന്നുണ്ട്, ഞാൻ കുനിഷിക റോക്കുഹിരയുടെ മകനാണ്. എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിലെ 2 ഹീറോസിന്റെ മക്കളാണ് നമ്മൾ രണ്ടുപേരും. നമ്മളുടെ അവസ്ഥയും ഏകദേശം ഒരേപോലെയൊക്കെയാണ്. സത്യം എന്താണോ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ എനിക്കറിയാം അത് വലിയ അഭിമാനിക്കാവുന്ന കാര്യമൊന്നുമല്ല, എൻ്റെ ഒരു തരം അഹങ്കാരമാണത്. പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ആരാണെന്ന് നോക്കാൻ ചിഹിരോ പോകുന്നുണ്ട്. ഡോറ് തുറക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരുത്തൻ ഒരു കത്തി ചിഹിരോയ്ക്ക് നേരെ വീശുന്നു. ചിഹിരോ ഒഴിഞ്ഞു മാറിയിട്ട് ഇപ്പോൾ അവനെ അടിച്ച് താഴെയിട്ട് അവന്റെ കഴുത്തിൽ വാള് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആരാടാ നീ, നിനക്കെന്താ വേണ്ടേ? ഇപ്പൊ ആരോ ഇവന്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് ഇവന് കുറെ പണം ഓഫർ ചെയ്തു, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഓഫർ കിട്ടിയ കുറെ പേരായിരിക്കണം പല മുറികളിൽ നിന്നും വാള് കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്കിട്ടുള്ള പണി തന്നെയാ, എന്താ ശരിക്കും ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. മുറിയുടെ അകത്ത് തന്നെ നിന്നോന്ന് ഇയോറിയോ എടുത്ത് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഇപ്പോൾ ചിഹിരോ വാതിലടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് കുറെ തട്ടും മുട്ടും ബഹളവും ഒക്കെ കേൾക്കുന്ന ഇയോറി ഡോറിലെ ആ പീപ്പ് ഹോൾ വഴി നോക്കുമ്പോൾ ചിഹിരോ പുറത്തെല്ലാവന്മാരുടെയും കൈ വേറെ തല വേറെ വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഒരു ചോരക്കളി. ഇപ്പോൾ ഇവിടെ എല്ലാം ഓക്കെയാണ്, കതക് തുറന്നു എന്ന് ചിഹിരോ പറയുന്നുണ്ട്. കതക് തുറന്ന് ഇയോറി നോക്കുമ്പോൾ എല്ലാവന്മാരും അവിടെ ചത്തു കിടപ്പുണ്ട്. ഒത്ത നടുക്കായിട്ട് ചിഹിരോയും ഇങ്ങനെ വാളും കൊണ്ട് നിൽക്കുകയാണ്. നിനക്ക് പേടിയില്ലേ എന്ന് അവൾ ചിഹിരോയോട് ചോദിക്കുന്നു. യുവന്മാരൊന്നും പേടിക്കാനുള്ള ലെവലൊന്നും ഇല്ല, ഡ്യൂക്കിലി ഫൈറ്റേഴ്സ് ആണ്. പക്ഷെ വേറെ ഒരുപാടെണ്ണം പുറകെ കാണും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റൂഫ് ടോപ്പിൽ എത്തണമെന്നും പറഞ്ഞ ചിഹിരോ ഇപ്പോൾ ലിഫ്റ്റിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇയോറി ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് ഇവരെ പേടിയില്ലെന്നല്ല, ഇങ്ങനെ ആളുകളെ കൊല്ലുന്നതിൽ നിനക്കൊരു പേടിയില്ലേ? ഇല്ല, എനിക്ക് പേടിയില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഞാനൊരിക്കലും നിന്നെ പോലെയല്ല. എൻ്റെ മുന്നിൽ ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്റെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. രണ്ടും 2 തരം സത്യങ്ങളാണ്. ശരി തെറ്റ് എന്നൊന്നുമില്ല. നിനക്കെന്താണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക, അത്ര തന്നെ. ഇപ്പം ആ 2 ഓപ്ഷനെ പറ്റി ഇയോറി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സ്കൂളിലേക്ക് തിരിച്ചു പോയാൽ മതി. പെട്ടെന്ന് ഇപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. സെങ്കോക്കുവിൻ്റെ തല നമുക്കിപ്പോൾ കാണാം. പക്ഷെ ആ തല ഇരിക്കുന്നത് ഹിരുഹിക്കോയുടെ കയ്യിലാണെന്ന് മാത്രം. വീണ്ടും അങ്ങനെ ചിഹിരോ വേഴ്സസ് ഹിരുഹിക്കോ, ആ ഫേസ് ഓഫ്. ചിഹിരോ, ഞാൻ റെഡിയാ, നമുക്ക് തുടങ്ങിയാലോ? ഇപ്പോൾ ഇവനേതാടാ ഈ വട്ടൻ ആലോചിച്ച് ഇയോറി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. പേടിക്കണ്ട, നിന്നെ ഞാൻ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിച്ചിരിക്കും, ഇതെന്റെ വാക്കാണ്. അപ്പോൾ നീയാണല്ലേ ക്യാഷ് ഓഫർ ചെയ്ത് ഇവന്മാരെല്ലാം ഇങ്ങോട്ടേക്ക് വിട്ടതെന്ന് ചിഹിരോ ഹിരുഹിക്കോയോട് ചോദിക്കുന്നുണ്ട്. അതെ, എന്തായാലും നിന്നെ ഞാൻ കണ്ടെത്തിയല്ലോ എന്നിപ്പോൾ ഹിരുഹിക്കോ പറയുന്നുണ്ട്. ഈ ഹോട്ടലിലുള്ള യാക്കൂസ മെമ്പേഴ്സ് എല്ലാം ഇപ്പോൾ ഈ ഫ്ലോറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹിരുഹിക്കോ പറയുന്നുണ്ട്. കാര്യം സെങ്കോക്കു മരിച്ചതോടുകൂടി അവന്മാർക്ക് ഫ്രീഡം ആയി. എന്നിട്ടിപ്പോൾ അവൻ ഇയോറിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? നീ എന്തായാലും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണതിന് ഒരു വലിയ നന്ദിയുണ്ട് കേട്ടോ. സാമുറയുടെ ഒരേ ഒരു വീക്ക്നെസ് ആണ് നീ. ഉടനെ ഇപ്പോൾ ഹിരുഹിക്കോ ആ സെങ്കോക്കുവിന്റെ തല ഇവർക്ക് നേരെ എറിഞ്ഞിട്ട് പെട്ടെന്ന് ആ വാള് വെച്ച് അതിനെ കട്ട് ചെയ്ത് ഇയോറിയുടെ നേരെ വീശുന്നുണ്ട്. പക്ഷെ ചിഹിരോ ആ അറ്റാക്ക് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അപ്പുറത്തെ ലിഫ്റ്റിൽ കൂടെ റൂഫ് ടോപ്പിൽ നിന്ന് ആരോ താഴേക്ക് വരുന്നുണ്ടെന്ന് ചിഹിരോ നോട്ട് ചെയ്യുന്നുണ്ട്. മാസുമിയിലെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഹിരുഹിക്കോ ഇപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ ചിഹിരോ, സാമുറ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നടന്ന് ക്ലിയർ ചെയ്യുന്നതാണ് നിന്റെ പണി. ഹിരുഹിക്കോ എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, ആ പൊട്ടൻ സാമുറ സോഡ് ബെയറേഴ്സിനെ കൊല്ലാൻ വേണ്ടി അലഞ്ഞ് നടക്കുക. ഇപ്പോൾ ഞാനിവിടെ അവൻ്റെ മകളെ തീർക്കാൻ പോവാണെന്ന് പോലും അറിയുന്നില്ല, പാപത്തിന് പരിഹാരം ചെയ്യാൻ നടക്കുക. നീ ഇവളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലടാന്നും പറഞ്ഞോണ്ട് ഇപ്പോൾ ചിഹിരോ ഹിരുഹിക്കോയെ തിരിച്ച് ആ ലിഫ്റ്റിലേക്ക് തന്നെ തള്ളുന്നുണ്ട്. ഇവൾക്ക് പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്, ഇവൾ ഇതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിഹിരോ ഇപ്പോൾ അകത്തേക്ക് കയറിയിട്ട് ആ ലിഫ്റ്റിന്റെ മുകളിലത്തെ റോപ്പ് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഹിരുഹിക്കോയും ചിഹിരോയും കൂടെ താഴേക്ക് പോവാണ്. ഇപ്പോൾ ആ ഫ്ലോറിൽ നിൽക്കുന്ന ഇയോരി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇവിടെ വിട്ടിട്ട് പോവാണോ? ഇപ്പോൾ ആ യാക്കൂസ മെമ്പേഴ്സ് എല്ലാം ലിഫ്റ്റിൽ കയറി ഈ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇയോറി ആണെങ്കിൽ പേടിച്ച് ആ ലിഫ്റ്റിന്റെ ബട്ടൺ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ ലിഫ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരുന്നത് റോയാണ്. വാ ലിഫ്റ്റിലേക്ക് കയറിക്കോന്ന് അവനിപ്പോൾ ഇയോറിയോട് പറയുന്നു. അവള് ഇപ്പോൾ ലിഫ്റ്റിനുള്ളിലേക്ക് കയറുന്നു. റോ എന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിത്തിൻ സെക്കൻഡ്സ് ആ പുറത്ത് നിൽക്കുന്ന യാക്കൂസ മെമ്പേഴ്സിനെ എല്ലാം വെട്ടി തള്ളിയിട്ട് തിരിച്ചകത്ത് കയറി ലിഫ്റ്റിൽ ഇപ്പോൾ അവർ രണ്ടുപേരുടെ മുകളിലേക്ക് പോകാൻ പോവാണ്. ആ സീൽ ഇവർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. നിനക്കിനി ഉടനെ തന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോയി ആ പഴയ ജീവിതം തുടരാം എന്ന് റോ പറയുന്നുണ്ട്. ഇയോറി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ എല്ലാം പെട്ടെന്ന് ഓക്കെ ആവുന്നേ? എങ്ങനെയാ ഈ സീൽ ശരിക്കും വർക്ക് ചെയ്യുന്നത്? അതായത് ഇവളുടെ സ്കൂൾ ഏതാണെന്ന് ഇപ്പോൾ ഹിഷാക്കുവിന് അറിയാം. ഇവളുടെ മുഖവും അവർ കണ്ടു. ഒരു ടീച്ചർ വരെ കൊല്ലപ്പെട്ടു. പിന്നെ എങ്ങനെ ഒന്നും നടക്കാത്തതുപോലെ എനിക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുമെന്നാണ് ഇവളുടെ സംശയം.
ഈ 2 ദിവസം നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലും ഒരു മങ്ങിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ആർക്കും കാര്യമായിട്ടൊന്നും ഓർമ്മ കാണില്ല എന്ന് റോ പറയുന്നുണ്ട്. പിന്നെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരിച്ചവരെ ഒന്നും ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് റോ പറയുന്നു. ഞാൻ ആ സീല് ബ്രേക്ക് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് എൻ്റെ സ്ഥലം ട്രേസ് ചെയ്ത് അവർ സ്കൂളിലെത്തിയത്. ടീച്ചർ മരിച്ചത് ഞാൻ കാരണമാണെന്നൊക്കെ ഇപ്പോൾ ഇയോറി പറയുന്നുണ്ട്. റോ ഇപ്പോൾ പറയുന്നുണ്ട്, അല്ല, ഒന്നും നിന്റെ തെറ്റല്ല, ഹിഷാക്കു കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നെ ഒരു പരിധിവരെ ഞങ്ങൾ മാസുമിക്കും ഇതിലൊരു പങ്കുണ്ട്. ഞങ്ങൾ നിഞ്ചകളാണ്. മനുഷ്യരുടെ ഇമോഷൻസിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ 3 വർഷങ്ങൾക്ക് മുമ്പ് ആ സീൽ ഉണ്ടാക്കിയപ്പോൾ അച്ഛനും മകളും തമ്മിലുള്ള ആ ആത്മബന്ധത്തെ പറ്റിയൊന്നും ഞങ്ങൾക്ക് വലിയ അറിവില്ലായിരുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ ആ സീല് പോരായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ നീയുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സീല് നല്ല സ്ട്രോങ്ങറാണ്. നിന്റെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അത് ഇറങ്ങി ചെല്ലുമെന്ന് റോ പറയുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ബ്രേക്ക് ആവുമെന്നുള്ള പേടി വേണ്ട. നിനക്ക് നിന്റെ പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാം. ആ സീല് ഫുള്ളി കംപ്ലീറ്റ് ആവാനായിട്ട് ഇനി നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം ആ താക്കോല് കൂടിയാണെന്ന് റോ പറയുന്നുണ്ട്. എന്ത് താക്കോലാണെന്ന് ഇപ്പോൾ ഇയോറി ചോദിക്കുന്നു. അതായത് ഈ ഹോട്ടലിന് ചുറ്റും ഒരു വലിയ ബാരിയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഒരു പ്രത്യേകതരം വിളക്ക് ഉപയോഗിച്ചിട്ടാണ് എല്ലാ ബാരിയറിനും പവർ കൊടുക്കുന്നത്. ഈ ഹോട്ടലിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് റൂഫ് ടോപ്പിലാണ്. സോ അത് ഓപ്പൺ ചെയ്യാനാണ് താക്കോല് വേണ്ടത്. ഇവർ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന സീല് ഭയങ്കര സ്ട്രോങ്ങർ ആണല്ലോ. സോ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പവർ സോഴ്സ് ആവശ്യമാണ്. അപ്പോൾ ആ വിളക്കിൽ നിന്ന് അതിന്റെ പവർ കുറച്ച് നേരത്തേക്കൊന്ന് എടുക്കാനാണ് ഇവരുടെ പ്ലാൻ. ഇപ്പോൾ സാഹചര്യം ഇതായതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ആ കീ തരാമെന്ന് സെങ്കോക്കു സമ്മതിച്ചതുമാണ്. സോ സെങ്കോക്കുവിന്റെ കയ്യിലായിരുന്നു ആ കീ ഉള്ളത്. ചിഹിരോ എന്തായാലും താഴേക്ക് പോയിട്ടില്ലേ എന്ന് റോ ചോദിക്കുന്നുണ്ട്. ആ, താഴേക്കാണ് പോയത് എന്ന് ഇയോറി പറയുന്നു. അപ്പൊ കാര്യങ്ങളാവൻ നോക്കിക്കോളൂ എന്ന് റോ പറയുന്നുണ്ട്. ഇപ്പോ കയറ് പൊട്ടി ആ ലിഫ്റ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിഹിരോയും ഹിരുഹിക്കോയും ആണെങ്കിൽ ആ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റിനുള്ളിൽ ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നത് ക്രാഷ് ആവുന്നു. ചിഹിരോ ഇപ്പോൾ പുറത്തേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹിരുഹിക്കോ ആ വാള് വീശിയ രീതിയെ പറ്റിയൊക്കെ ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് അവന് വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല, എക്സ്പീരിയൻസ്ഡ് അല്ല അവൻ. പക്ഷെ അവന്റെ ഓരോ സ്ലാഷും പവർഫുൾ ആയിട്ടുള്ള സ്പിരിറ്റ് എനർജിയിൽ ലോഡഡ് ആണ്. ഇപ്പോൾ താൻ മാസുമിയുടെ കൂടെയുള്ള ആളല്ലേ എന്ന് അവിടെ കിടക്കുന്ന ഒരു സ്റ്റാഫ് ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ അയാൾ സെങ്കോക്കു ഏൽപ്പിച്ച കീ ചിഹിരോയ്ക്ക് കൈമാറുന്നു. ഈ സ്റ്റാഫ് ഇപ്പോൾ ഹിരുഹിക്കോയെ പറ്റി ചിഹിരോയോട് പറയുന്നുണ്ട്. അതായത് അവൻ ജനറൽ മാനേജറുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ ചുമ്മാ അവൻ വാളിങ്ങനെ വീശുമായിരുന്നു. അവൻ അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നും ആയിരുന്നില്ല. എന്നിട്ടും അവൻ പുള്ളിയുടെ ഒരു കൈ വെട്ടി. അതെന്തോ ചക്കയിട്ടപ്പം മുയലി എത്ത പോലെ സംഭവിച്ചതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയതെന്ന് ഇപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്. കാര്യം സെങ്കോക്കുവിന്റെ കീഴിൽ കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഡെയിലി ട്രെയിൻ ചെയ്യുന്ന ആളാണ് ഈ സ്റ്റാഫ്. എന്നിട്ടും ഒരിക്കൽ പോലും സെങ്കോക്കുവിനെതിരായിട്ട് ഒരൊറ്റ പോയിന്റ് സ്കോർ ചെയ്യാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. സെങ്കോക്കു വന്ന് ഇവൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിന്റെ ഫുട്ട് വർക്ക് കുറച്ചുകൂടി ഒന്ന് ശരിയാക്കാനുണ്ട്. നല്ല ഹാർഡ് വർക്കും അതേപോലെ തന്നെ എഫോർട്ടും ഇട്ടാലേ ഷോർട്ട് ഫൈറ്റിങ്ങിൽ ഉയരാനായിട്ട് കഴിയൂ. അതൊന്നും ഇല്ലാതെ ഈ ഷോർട്ട് ഫൈറ്റിംഗ് മാസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ജീനിയസുകളൊന്നും ഈ ലോകത്തില്ല എന്ന് സെങ്കോക്കു പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ സെങ്കോക്കുവിനെയാണ് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഹിരുഹിക്കോ വന്നിട്ട് തല വേറെ ഉടല് വേറെ അരിഞ്ഞ് തള്ളിയത്. ഇപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ആ സ്റ്റാഫ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ജീനിയസുകൾ ഈ ലോകത്തുണ്ട്. ആ സ്റ്റാഫ് എന്നിട്ട് ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, അവനെ ആർക്കും തടയാൻ കഴിയുമായിരുന്നില്ല. അവന്റെ ആ വാള് അതൊന്ന് കാണാൻ പോലും ആർക്കും പറ്റുമായിരുന്നില്ല. ഇപ്പൊ ആ ലിഫ്റ്റ് പൊളിഞ്ഞു വീണടത്തുനിന്ന് ഹിരുഹിക്കോയി എഴുന്നേറ്റ് വരുന്നുണ്ട്. ഉടനെ ഇപ്പൊ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ദേ അവൻ വരുന്നു. സോ ഈ സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് ഹിരുഹിക്കോയുടെ വാള് ഇൻവിസിബിൾ ആണ്. ഇപ്പോൾ ചിഹിരോയുടെ ഒബ്സർവേഷൻ സ്കിൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. സോ ഹിരുഹിക്കോയുടെ ഈ ഇൻവിസിബിൾ ടെക്നിക്ക് എന്താണെന്ന് ചിഹിരോ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഫ്ലെക്സിബിലിറ്റി. അവന്റെ ഇടത്തെ കൈയും വലത്തെ കൈയും അവൻ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് ആ വാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫാസ്റ്റ് ആയിട്ട് വീശാൻ കഴിയും. സോ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ശത്രുവിന്റെ ബ്ലൈൻഡ് സ്പോട്ടിലൂടെ അവൻ വാള് വീശും. ഇപ്പോൾ ചിഹിരോയ്ക്ക് നേരെ അവൻ ഈ പണി എടുക്കാൻ നോക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പോൾ ഉടൻ തന്നെ ആ വാള് സ്പോട്ട് ചെയ്തിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇതിപ്പോൾ ഹിരുഹിക്കോയ്ക്കും ആകെ ഷോക്ക് ആവുന്നു. ചിഹിരോ ഇപ്പോൾ ആ IAI വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈൽ വെച്ചിട്ട് ഹിരുഹിക്കോയ്ക്ക് നേരെയും വാള് വീശുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ രണ്ട് സൈഡിലേക്ക് ഒഴിഞ്ഞു മാറി പോയിരിക്കുകയാണ്. ഹിരുഹിക്കോ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ജസ്റ്റ് മിസ്. അവൻ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് എന്റെ അറ്റാക്ക് കൗണ്ടർ ചെയ്തു. മാത്രമല്ല അവന്റെ വാൾ എന്റെ വാളിനേക്കാളും ഫാസ്റ്റർ ആയിരുന്നു. എന്തായാലും സംഗതി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിഹിരോ ആണെങ്കിലും ഇപ്പൊ ഇതുപോലെ ചിന്തിക്കുന്നുണ്ട്, അവൻ എന്റെ വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയോ? അപ്പൊ ഞാൻ എന്റെ മൂവ് ഇനിയും സ്പീഡാക്കണം. ഇപ്പോൾ സാമുറ സോട്ട് ബെയറേഴ്സിനെ എല്ലാം കൊല്ലാനായിട്ട് ഇങ്ങനെ വെകിളി പിടിച്ച് നടക്കുകയാണെന്നുള്ളതും കൂടെ ചിന്തിച്ചിട്ട് ചിഹിരോ പറയുന്നുണ്ട്, എല്ലാം നല്ലപോലെ സ്പീഡാക്കിയേ പറ്റൂ. ഞാനിപ്പോ നിന്നെയും കൊന്ന് ഈ താക്കോലും കൊണ്ട് റൂഫ് ടോപ്പിൽ പോയി ഇയോറിക്ക് അവളുടെ ജീവിതം തിരിച്ചു കൊടുക്കും എന്ന് ചിഹിരോ പറയുന്നുണ്ട്. റോ ഇപ്പോൾ ഇയോറിയോട് ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ ഉറപ്പിച്ചല്ലോ, സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോവല്ലേ? അവൾ എന്നിട്ടിപ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ആ ശരിക്കുള്ള ലൈഫ്, അതായത് സെയ്ച്ചി സാമുറയുടെ മകളായിട്ടുള്ള ആ ലൈഫ്, അത് റിജക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ അച്ഛനും എന്നെ മറന്നു. അതുമാത്രമല്ല, പുള്ളി ഇപ്പോൾ വേറെ ഏതോ മിഷനിലാണ്.
സോ അപ്പോൾ അദ്ദേഹത്തിന് എന്നെ മറക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എനിക്കാണോ പ്രശ്നം? ഇതിപ്പോൾ ഞാൻ മാത്രമാണ് ഇങ്ങനെ ഹൃദയത്തിൽ ഒരു ശൂന്യമായ സ്പോട്ട് കാരണം ഈ സ്ട്രഗിൾ ചെയ്യുന്നത്. സോ എനിക്ക് സെയ്ച്ചി സാമ്രയുടെ മകളായിട്ട് ജീവിക്കണ്ട, എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു പോയാൽ മതി എന്ന് ഇയോറി പറയുന്നുണ്ട്. ഇയോറിയും റോയും അങ്ങനെ റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. മോക്കു ഇപ്പോൾ ചിഹിരോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ റോയ് ആണെങ്കിൽ ജനറൽ മാനേജറായ സെങ്കോക്കു മരിച്ച കാര്യവും അതേപോലെ തന്നെ ചിഹിരോ താഴേക്ക് താക്കോൽ എടുക്കാൻ പോയിരിക്കുകയാണെന്നുള്ള കാര്യവും ഇവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സീൽ ഉടനെ തന്നെ ശരിയായ ശേഷം നിനക്ക് നിന്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാമെന്ന് റോ ഇയോറിയോട് പറയുന്നു. അവളിപ്പോഴും ഇങ്ങനെ ആകെ കൺഫ്യൂഷനിലും വിഷമത്തിലും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇയോറിക്ക് വേണ്ടി അല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. സോ അവളാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് അവൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്. ഇപ്പോൾ കുഗുരി ആ ലിഫ്റ്റിൽ കയറി റൂഫ് ടോപ്പിലേക്ക് വരുന്നുണ്ട്. അവനെ പെട്ടെന്ന് ശ്രദ്ധിച്ച റോയ് ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ വാള് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. മോക്കുവും സുമിയും കൂടെ ഇയോറിയെ സേഫ് ആക്കുന്നു. ഇപ്പോൾ ഉടനെ കുറേ യാക്കൂസ മെമ്പേഴ്സ് ഇങ്ങനെ ഓടി വരികയാണ് അങ്ങോട്ട്. മോക്കു ആണെങ്കിൽ ഈ വരുന്നവന്മാരെ എല്ലാം ഇങ്ങനെ വെട്ടി അരിയുകയാണ്. എന്നിട്ട് ഇവന്മാർ സോംബികളെ പോലെ ഇവർക്ക് നേരെ ചാർജ് ചെയ്ത് വരികയാണ്. അതായത് ആ സെങ്കുറ്റ്സുജി ടെമ്പിളിലെ പോലെ. സോ ഇവരെ ഹിഷാക്കു അവരുടെ മന്ത്രവിദ്യ ഉപയോഗിച്ച് ബ്രെയിൻ വാഷ് വല്ലതും ചെയ്തതാണോ എന്ന് മോക്കു ചിന്തിക്കുന്നു. പക്ഷേ ഇവന്മാര് സെങ്കുറ്റ്സുജിയിൽ വന്ന ആ ടീമിന്റെ അത്രയ്ക്ക് പവർഫുൾ അല്ല എന്നും മോക്കു ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എണ്ണത്തിൽ ഇവന്മാർ കൂടുതലുണ്ട്. കുറെ യാക്കൂസ മെമ്പേഴ്സ് റൂഫ് ടോപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഏഴാങ്കൂലികളെ ഉപയോഗിച്ച് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ഗതികേട് വന്നോ ഹിഷാക്കുവിന്? നിങ്ങൾ അത്രയ്ക്ക് ടൈറ്റ് ആണോ എന്നൊക്കെ ചോദിച്ച് റോ കുഗുരിയെ കളിയാക്കുന്നുണ്ട്. കുഗുരി ഇപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പോലും പറ്റാത്തത്ര ഒരു പണിയാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. ഈ ഹോട്ടലിലുള്ള എല്ലാവരും ഇപ്പോൾ സാമുറയുടെ മകളെ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സാമുറയുടെ മകളെ പിടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം സോംബികളെ പോലെ അവൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുമിയാണെങ്കിൽ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇവന്മാരുടെ ഒന്നും വിരല് പോലും നിന്റെ ദേഹത്ത് തൊടാൻ പോകുന്നില്ല എന്ന്. ഇയോറിക്ക് ഇപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ വെപ്രാളമാവുന്നുണ്ട്. അതായത് ഇവരിപ്പോൾ എനിക്ക് വേണ്ടി ജീവൻ റിസ്ക് ചെയ്യുകയാണ്. എല്ലാം ഞാൻ കാരണമാണ് സംഭവിക്കുന്നത്. എൻ്റെ 2 റിയാലിറ്റികളിലും ഞാൻ കൂടെ ഇല്ലാത്തത് തന്നെയാണ് എൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് സേഫ്റ്റി എന്നിപ്പോൾ അവൾ ചിന്തിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇയോറിയുടെ സ്കൂളിൽ വെച്ച് നടന്നൊരു കാര്യം നമ്മളെ കാണിക്കുകയാണ്. അതായത് അവിടെ അറ്റാക്ക് നടന്നതിന് ശേഷം ഇക്കൂറ അവനെ ചിഹിരോയ്ക്ക് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അവൻ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, ഇയോറി എൻ്റെ ഫ്രണ്ടാണ്, അവൾക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, അവളുടെ പിന്നാലെ ഒരു ഡേഞ്ചറസ് ഗ്യാങ് തന്നെയുണ്ട്, ഞങ്ങൾ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വന്നവരാണ്, അവളുടെ സേഫ്റ്റി ഞങ്ങൾ നോക്കിക്കോളാം, ഇനിയും ദേഹത്തുനിന്ന് ഒരുപാട് ചോര പൊടിയുണ്ടെങ്കിൽ നീ ഇതിൽ നിന്ന് മാറി നിന്നോ, അതാ നിനക്ക് നല്ലത് എന്നിപ്പോൾ ചിഹിരോ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ചിഹിരോയുടെ വാക്ക് കേട്ടിട്ട് ഇക്കൂറ പിന്മാറുന്നില്ല. ക്യോട്ടോയിലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന തെരുവുകളിലൂടെ അവൻ ഇയോറിയെ തപ്പി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ വെച്ച് ടോട്ടോയെ സ്പോട്ട് ചെയ്യുന്നു. ഇതാ സ്കൂളിൽ വന്ന പെണ്ണല്ലേ, ഇവളെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇയോറിയെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അവനിപ്പോൾ ടോട്ടോയെ പിന്തുടരുന്നുണ്ട്. അങ്ങനെയാണ് അവൻ ഈ ക്യോട്ടോ ബ്ലഡ് ഷെഡ് ഹോട്ടലിൽ എത്തിയത്. അവനിവിടെ എത്തിയത് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ ഇവിടെ ഫുള്ള് ചോര കളി തന്നെയാണ് നടക്കുന്നത്. ജനറൽ മാനേജരെയൊക്കെ വെട്ടിക്കൊന്ന ശേഷം ഹിരുഹിക്കോ റൂഫ് ടോപ്പിലേക്ക് പോയി ഇയോറിയെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ് ട്രൂപ്പിനെ മുകളിലേക്ക് വിടുന്നത് ഇവൻ അവിടെ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. സോ ഇയോറി മുകളിലുണ്ട് എന്നവൻ ഇങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ അവിടെ കുറെ ഈ ശവങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് അവൻ ആകെ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് ചിഹിരോ പറഞ്ഞത് ഇവൻ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ചില്ല് കൊണ്ട് കൈ മുറിഞ്ഞിട്ട് അത് ബാൻഡേഡ് ഇടാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ നേഴ്സ് ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ വന്ന ഗ്യാങ് ഇയോറിയെ തപ്പിയാണ് വന്നത്. സോ അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്, എന്തുണ്ടെങ്കിലും പോലീസ് നോക്കിക്കോട്ടെ എന്നൊക്കെയാണ് നേഴ്സ് പറയുന്നത് ഇവൻ്റെ അടുത്ത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇവൻ ചിന്തിക്കുന്നുണ്ട്, അതായത് സ്കൂളിൽ ഇവന്റെ അടുത്തായിട്ടുള്ള ബെഞ്ചിലാണ് ഇയോറി ഇരിക്കുന്നത്. സോ അവളുടെ ഫ്രണ്ട്സ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനോട് കമ്പനി കൂടാതിരിക്കുന്നതാണ് നല്ലത്, ഇവൻ വെറും ബോറനാണ്, സംസാരിക്കുമ്പോൾ മുഖത്ത് തുപ്പലൊക്കെ തെറിക്കും, വെറും ക്രിഞ്ച് ക്യാരക്ടറാണ് ഇവന്റെ എന്നൊക്കെ. പക്ഷെ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഇയോറി എല്ലാവരും ഒഴിവാക്കി നിർത്തിയിരുന്ന ഇക്കൂറയെ അവളുടെ ഫ്രണ്ടാക്കി. സോ ഇപ്പോൾ അവിടെ ഇരുന്ന് ഇക്കൂറ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും ഒഴിവാക്കി നിർത്തിയിരുന്ന ഒരുത്തനെ നീ ഫ്രണ്ടാക്കി, അത് നിന്റെ മര്യാദ, നിനക്കത് അത്രേ ഉണ്ടാവൂ. പക്ഷെ എന്നെ പോലെ എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട ഒരുത്തന് നിന്റെ ആ ഫ്രണ്ട്ഷിപ്പ് സ്പെഷ്യലാണ് ഇയോറി. സോ അവനിപ്പോൾ ആ കയ്യിലെ ചോര വെച്ചിട്ട് മുഖത്ത് ചിഹിരോയുടെ കൂട്ടുള്ള സ്കാർ വരച്ചിട്ട് മിഷന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ ഇക്കൂറ ചിഹിരോയും ഹിരുഹിഗോയും കൂടെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലേക്ക് കയറി ചെല്ലുന്നു. നീ ഇതിവിടെ എന്തുണ്ടാക്കുകയാടാന്ന് ചിഹിരോ ചോദിക്കുന്നു. അവനിപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇയോറിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്. ഹിരുഹിഗോയ്ക്കാണെങ്കിൽ ഇവനിപ്പോൾ ഇടയിൽ കയറിയാൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഫൈറ്റ് നല്ല കിടിലമായിട്ട് വരുമായിരുന്നു. ചിഹിരോ ആണെങ്കിൽ ഇപ്പോൾ ഇക്കൂറയോട് പറയുന്നുണ്ട്, എടാ ഇതിന്റെ പിന്നാലെ തൂങ്ങുന്നത് അപകടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവനിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, എത്ര ചോര പൊടിഞ്ഞാലും എനിക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഇവൻ ഏതാടാ ഈ പൊട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹിരുഹിക്കോ ഇപ്പോൾ വാളും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നു. ചിഹിരോ ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചിഹിരോ ഇപ്പോൾ ആ താക്കോല് ഇക്കുറയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ചിഹിരോ പറയുന്നുണ്ട്, എന്തായാലും നീ ഫൈറ്റ് ചെയ്യാൻ ശബ്ദം എടുത്തു വന്നതല്ലേ, ആ താക്കോല് അത് ഇയോറിയെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ളതാണ്. അതെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂഫ് ടോപ്പിലേക്ക് പോകും, അവിടെ കണ്ണാടി വെച്ചൊരു കൊച്ചിയിറക്കനുണ്ടാകും, അത് അവനെ ഏൽപ്പിക്കണം.
ഇപ്പോൾ ഈ ഇക്കുറെ പോലെ ഒരു ഫ്രണ്ട് അവളെ അവളുടെ സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ടുണ്ടെങ്കിൽ അവൾക്ക് തീരുമാനം എടുക്കുന്നതിൽ കുറെ കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും എന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇക്കുറ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ പ്രസന്റിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഇയോറി ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇക്കുറയുടെ ശബ്ദം. അവൻ ഉറക്കെ അവളുടെ പേര് വിളിക്കുന്നു. നീ എന്റെ ഫ്രണ്ടാ, ആ സ്കൂളിൽ എന്റെ കൂടെ നീ ഉണ്ടാവണമെന്ന് അവനിപ്പോ ഉറക്കെ വിളിച്ചു പറയുന്നു. ഇവന്റെ കയ്യിൽ എങ്ങനെ താക്കോല് വന്നതെന്ന് ഇപ്പോൾ റോ ചിന്തിക്കുന്നു. ഇപ്പൊ ഈ ഇക്കൂറെ അവിടെ നിൽക്കുന്ന യാക്കൂസ മെമ്പേഴ്സ് എല്ലാം അങ്ങ് വളയുകയാണ്. സോ ഇപ്പോൾ ഇക്കൂറയുടെ ഈ ശബ്ദം കേട്ടപ്പോൾ അവൻ ഇങ്ങനെ ഡേഞ്ചറിലാണെന്നുള്ളത് കണ്ടപ്പോൾ ഇയോറിക്ക് അവൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഫുൾ ക്ലാരിറ്റി കിട്ടി. ഇക്കൂറെ പോലെയുള്ള സാധാരണക്കാരായ പാവം മനുഷ്യരെ സഹായിക്കുക, അതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഇയോറിയുടെ ഓർമ്മകൾക്ക് മേലുള്ള സീല് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. അവളിപ്പോൾ ഉടൻ തന്നെ ചാടി വന്നിട്ട് ഒരു യാക്കൂസ മെമ്പറിന്റെ കയ്യിലെ കറ്റാന പിടിച്ചു വാങ്ങിയിട്ട് അത് വെച്ച് ഇക്കൂറയ്ക്ക് നേരെ വന്ന ഒരു അറ്റാക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതേ ഗൈസ്, സെയ്ച്ചി സാമുറയുടെ മകളായിട്ടുള്ള ഇയോറി സാമുറ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പൊ നോക്കിയാൽ അവളും ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടാണ് ആ വാള് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചിഹിരോ ഇങ്ങനെ ഇക്കൂറയുടെ താക്കോല് കൊടുത്ത് അവനെ റൂഫ് ടോപ്പിലേക്ക് വിട്ടത് ഇയോറിയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ ഹിരൂഹിക്കോ ഫൈറ്റ് തൽക്കാലത്തേക്കൊന്ന് നിർത്തി വെച്ച് റൂഫ് ടോപ്പിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് നിന്നെ വിട്ടാലല്ലേ നീ പോവൂന്നും പറഞ്ഞപ്പോൾ ചിഹിരോ ഹിരൂഹിക്കോയെ തടയാൻ ചെല്ലുന്നുണ്ട്. ചിഹിരോയുടെ ഫാസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഹിരൂഹിക്കോ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ ചിന്തിക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആകണമെന്ന്. ഇനി IAI വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈലിനെ പറ്റി നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ തരികയാണ്. സോട്ട് മാസ്റ്ററായ ഇറ്റ്സുവോ ഷിരാക്കായി ആണ് ഈ സ്റ്റൈല് കൊണ്ടുവന്നതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏറ്റവും വേഗതയേറിയ സോട്സ്മാൻ ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സോട്സ്മാൻ എന്നായിരുന്നു പുള്ളിയുടെ നിഗമനം. ആ സ്പീഡ് കൊണ്ടുവരാൻ വേണ്ടിയാണ് പുള്ളി ഇങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയത്. ഇങ്ങനെ വാൾ വീശിക്കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയിൽ ശത്രുവിന് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നായിരുന്നു പുള്ളി കണ്ടെത്തിയത്. അന്ന് പുള്ളി ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി ചിരിച്ചു എന്ന് അങ്ങേര് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരാൾ ഒരു വാള് ഉറയിൽ നിന്ന് വലിച്ചു വരുന്നത് പോലെയല്ല IAI ടെക്നിക്കിൽ ചെയ്യുന്നത്. ഇവിടെ റിവേഴ്സ് ഗ്രിപ്പാണ് ഉപയോഗിക്കുന്നത്. നോർമൽ ഗ്രിപ്പിലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾ ഊരിയിട്ട് പെട്ടെന്ന് സോട്സ്മാൻ ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഈ വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈലിൽ വാള് തിരിച്ചാണ് പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വാള് പുറത്തെടുത്ത ശേഷം വീണ്ടും അതൊരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ സോട്സ്മാന് ടാർജറ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഇപ്പോൾ ഈ ഷിറാക്കായിയുടെ ഈ ടെക്നിക്ക് ലോക മണ്ടത്തരമാണെന്നാണ് ഇത് കേട്ട ആൾക്കാരൊക്കെ പറഞ്ഞത്. കാര്യം വാൾ ഒരു തവണ പുറത്തെടുത്തിട്ട് വീണ്ടും അത് തിരിച്ചു പിടിക്കുമ്പോൾ നമ്മൾ ആ അറ്റാക്കിനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സ്പിരിറ്റ് എനർജി നഷ്ടമാവും. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഫാസ്റ്റർ ടെക്നിക്ക് ആവുന്നത്? സോ നോർമൽ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ് സ്മാർട്ടായിട്ടുള്ള രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഷിരാക്കായിയെ കളിയാക്കുകയാണ്. പക്ഷേ യുവന്മാരുടെ ഒന്നും ചിരി അങ്ങനെ അധിക നേരം നീണ്ടു നിന്നില്ല. കാര്യം യുവന്മാരെ എല്ലാം ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തി എന്ന് ഷിരാക്കായി പറയുന്നു. ഇപ്പോൾ മുമ്പ് ഇയോറി ഉറങ്ങിക്കൊണ്ടിരുന്ന ടൈമിൽ ചിഹിരോ അവിടെ വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അവന് പക്ഷേ അതിൻ്റെ ആ ഗ്രിപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. വാള് റീഗ്രിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ആ സ്പീഡും ഫോഴ്സും എല്ലാം അങ്ങ് നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ചിഹിരോയുടെ അടുത്ത് നിന്ന് റോ പറയുന്നുണ്ട് ഇതാണ് ഈ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന്. കാര്യം ഒരു സോട്സ്മാൻ വളരെ കോൺസെൻട്രേറ്റും ഫോക്കസും ചെയ്തിട്ടാണ് സ്പിരിറ്റ് എനർജി ആ വാളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ വാള് പുറത്തെടുത്തിട്ട് വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഫോക്കസ് നഷ്ടമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സ്പിരിറ്റ് എനർജി എല്ലാം കൊലാപ്സ് ആയി പോകും. പക്ഷെ അങ്ങനെ പോകാതിരിക്കാൻ ഒരു വഴിയുണ്ടെന്ന് റോ പറയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാനയെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അങ്ങ് കാണുക. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ള ആ ചിന്ത അങ്ങ് വിട്ടിട്ട് സ്പിരിറ്റ് എനർജി ആ കറ്റാനയുമായിട്ട് അങ്ങ് മേർജ് ചെയ്ത് കൊണ്ടുപോവുക. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ നല്ല പാടാണ്. അതുകൊണ്ടാണല്ലോ 3 പേർക്ക് മാത്രമേ ഇതുവരെ ഈ സ്റ്റൈല് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ചിഹിരോയ്ക്ക് ഇതിന്റെ ഐഡിയ ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. കാര്യം അവൻ എൻഡനുമായിട്ട് മേർജ് ചെയ്തിട്ടാണല്ലോ ആ നിഷിക്ക് അറ്റാക്ക് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ എന്നെ കൊണ്ടത് പറ്റും എന്നിങ്ങനെ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. ഹിരൂഹിക്കോയുമായിട്ടുള്ള ഫൈറ്റ് ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുകയാണ്. ഹിരൂഹിക്കോ ആണെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന ആ വാൾ ഇങ്ങനെ പഴം പോലാണ് റീഗ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പട്ടയെന്നും പറഞ്ഞ് ഓരോ കയ്യിലോട്ടും വാൾ ഇങ്ങനെ മാറ്റി കളിക്കുകയാണ്. ചിഹിരോ ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട് എനർജിയും ഫോക്കസും ഒന്നും നഷ്ടപ്പെടാതെയാണല്ലോ ഇവൻ സിമ്പിൾ ആയിട്ട് ഈ വാള് റീഗ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരൂഹിക്കോ ഒരു കാട്ടുമൃഗത്തിനെ പോലെയാണ്. വെറും 3 വയസ്സുള്ളപ്പോഴാണ് അവൻ ഒരാളെ കൊല്ലുന്നത്. അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരാളെ അവൻ കടിച്ചു കീറിയാണ് കൊന്നത്. അന്ന് മുതൽ ഫൈറ്റിംഗ് ആയിരുന്നു അവന്റെ ജീവിതം. സ്പിരിറ്റ് എനർജി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അവന് ശ്വസിക്കുന്നത് പോലെയാണ്. സോ ആ ഒരു ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് അവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് വാൾ ഇങ്ങനെ അവന്റെ ഇഷ്ടത്തിന് ചലിപ്പിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതായത് ഈ പൂച്ചസാറിന്റെ ഒക്കെ റിഫ്ലക്സ് കണ്ടിട്ടില്ലേ? ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? പ്യുവർ ഇമ്പൾസ്, പ്യുവർ ഇൻസ്റ്റിങ്ക്റ്റ്. ഇപ്പൊ ഇവൻ ഇങ്ങനെ മാറ്റി വാൾ വീശിയിട്ടും ചിഹിരോ അതെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഹിരൂഹിക്കോയും ഞെട്ടുന്നു. അതാണ് ഹിരൂഹിക്കോയ്ക്ക് പ്രത്യേക കഴിവുകളുള്ളതുപോലെ തന്നെ ചിഹിരോയ്ക്കും പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്.
ചിഹിരോ ഇപ്പോൾ വീണ്ടും IA ഉപയോഗിക്കാൻ പോവാണ്. ഹിരുഹിക്കോ ഇപ്പോൾ ഇങ്ങനെ കറങ്ങി ചാടിയിട്ട് പറയുന്നുണ്ട്, എടാ നിങ്ങൾ ഭയങ്കര മണ്ടന്മാരാ, നീ പിന്നെയും ഇതേ സ്റ്റൈൽ തന്നെ ഉപയോഗിക്കാൻ പോവാണോ? ഓരോ ട്രഡീഷണൽ സ്റ്റൈലുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹിരുഹിക്കോ ചിഹിരോയുടെ ആ സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്ന ചിഹിരോ ചിന്തിക്കുന്നുണ്ട്, ഇത് പെർഫെക്റ്റ് വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈലല്ല, പക്ഷേ ഇവന്റെ ഇമിറ്റേഷൻ കിടിലമാണല്ലോ. ഇപ്പോൾ ആ അറ്റാക്ക് തടഞ്ഞിട്ട് ചിഹിരോ തെറിച്ച് അപ്പുറത്തേക്ക് വീഴുന്നു. ഹിരുഹിക്കോ ആണെങ്കിൽ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഹിരുഹിക്കോ പറയുന്നുണ്ട്, നിന്റെ ആ സ്റ്റൈല് കൊള്ളാം കേട്ടോ, പക്ഷെ അത് പ്രയോഗിക്കാൻ കുറച്ച് കട്ടിയാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ പോയി ആ പെൺകൊച്ചിന്റെ കാര്യം നോക്കട്ടെ, നമുക്ക് മുകളിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഹിരുഹിക്കോ ലിഫ്റ്റിനുള്ളിൽ കയറി. ഇപ്പോൾ ചിഹിരോ പറയുന്നുണ്ട് നിൽക്കിയെന്ന്. ഇപ്പോൾ ചിഹിരോയും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ ലിഫ്റ്റിനുള്ളിൽ കയറിയ ചിഹിരോ ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ആ റീഗ്രിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സാമുറ ചെയ്ത അറ്റാക്സ് ഒക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ എനിക്ക് ഈ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതേസമയം തന്നെ ഹിരുഹിക്കോയും ചിന്തിക്കുന്നുണ്ട്, ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ മൂവ്സ് ഒക്കെ ഇവന് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ ഫൈറ്റ് ചെയ്താലേ എനിക്ക് ഇവനെ കൊല്ലാൻ പറ്റൂ. അങ്ങനെ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ റൂഫ് ടോപ്പിൽ ഒരേ സമയം ആ രണ്ടുപേരും കയറിയ ലിഫ്റ്റ് തുറക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ചിഹിരോയുടെ മൈൻഡിൽ സാമുറ ചെയ്ത അറ്റാക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആ വലിയ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന റൂഫ് ടോപ്പിൽ ഇവർ രണ്ടുപേരും പരസ്പരം വാളും പിടിച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയാണ്. അപ്പോഴാണ് ചിഹിരോ ഇയോറി ഫൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത്. അവളുടെ ആ സ്കൂളിലെ ലൈഫ് എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള അവളുടെ ആ ആഗ്രഹത്തിൽ ആ സീല് ബ്രേക്കായി. അങ്ങനെ അവളുടെ ഒറിജിനൽ പവേഴ്സിന്റെ ആ മെമ്മറീസും തിരിച്ചു വന്നു. സോ അപ്പോൾ ഇവക്ക് കറ്റാന യൂസ് ചെയ്യാനൊക്കെ അറിയാമായിരുന്നു അല്ലേ എന്നിങ്ങനെ ചിന്തിച്ച ചിഹിരോ ഇപ്പോൾ അവളുടെ ടെക്നിക്ക് സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. വാളും കൊണ്ട് വരുന്ന എതിരെ നിൽക്കുന്ന ആൾക്കാരെ കൊല്ലാനായിട്ടുള്ള അറ്റാക്സ് അല്ല ഇയോറി ചെയ്യുന്നത്. അളന്നു മുറിച്ച് അവരുടെ ആ കൈവിരലുകളാണ് അവൾ വെട്ടി അരിയുന്നത്. സാമുറയെ പോലെ തന്നെ വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈലാണ് അവൾ ഉപയോഗിക്കുന്നത്. സോ അവളിപ്പോൾ ആ വാള് റീഗ്രിപ്പ് ചെയ്ത് എങ്ങനെയാണ് വീശുന്നത് എന്ന് കണ്ടപ്പോൾ ചിഹിരോയ്ക്ക് ക്ലിയറായി. അങ്ങനെ ഹിരുഹിക്കോയുടെ അടുത്ത് വന്നപ്പോൾ വാള് റീഗ്രിപ്പ് ചെയ്തിട്ട് ചിഹിരോ ഒരൊറ്റ വീശ്. ഹിരുഹിക്കോയ്ക്ക് നല്ലൊരു സ്ലാഷ് തന്നെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ വാളും ബ്രേക്ക് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ അറ്റാക്കിന് ശേഷം ചിഹിരോ ഇങ്ങനെ സൈഡിലേക്ക് ഇയോറിയെ നോക്കുന്നു. ഇയോറി ആണെങ്കിൽ ഇപ്പോൾ അവളുടെ ആ കണ്ണുകൾ തുറക്കുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.